നല്ലൊരു കോള് വന്നിട്ടുണ്ട്. നമ്മളെ കൊച്ചു നാട്ടുകാർ നന്നാവുമ്പോൾ അതിന്മേൽ കുശുമ്പും കുന്നായ്മയും കൊണ്ട് കിടക്കുന്ന ചില നാട്ടുകാരാണ് ഇതിനകത്തുള്ളത്. എല്ലാവരും ഒരാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബന്ധുക്കളും സ്വന്തം നാട്ടുകാരുമാണെന്നാണ് മഹാന്മാർ പറഞ്ഞത്. നിന്റെ വളർച്ച കണ്ട് അസൂയപ്പെട്ടിട്ടൊന്നുമല്ല നാട്ടുകാർ നിന്നെതിരെ തിരിഞ്ഞത്. ആ നാട്ടിൽ നിന്ന് വളർന്നു വന്നിട്ട് ആ നാട്ടിനെ തന്നെ തള്ളിപ്പറഞ്ഞ് പട്ടിക്കാരെന്നും അവിടെ എന്തൊരു പഴക്കേക്കും ഇല്ലെന്നും പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടാണ് നാട്ടുകാരെല്ലാം നിന്റെ എതിരെ തിരിഞ്ഞത്. കുശുമ്പ് കൊണ്ടാണ് നിന്നെ തള്ളിപ്പറഞ്ഞെങ്കിൽ ഇതിന് മുമ്പേ എന്തേ നിന്നെ കഷ്ടപ്പെട്ട് പട്ടിപ്പണി എടുത്തിട്ട് തന്നെ വന്നേ. അല്ലാണ്ട് നമ്മള് മറ്റേ ഓസിന് ആരുടെയും പുഷി ഒന്നും കേറിയൊന്നും വന്നൊന്നുമല്ല. ചില കാര്യത്തിനാണത് ഒരു സുഖം, ഒരു മനസുഖം. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ പെൺകുട്ടികളെ പോലെ കണ്ടവരൊക്കെ സ്ട്രീമിൽ പോയിരുന്ന ഡാൻസും തുള്ളി പറിച്ചുണ്ടാക്കിയൊന്നുമല്ല ഇത്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഏലിയാമ്മ ഗവേഷണമൊക്കെ നടത്തിയിട്ട് ഇതിനിറങ്ങി തിരിച്ച് കണ്ടവന്റെ അവിടെയൊക്കെ പോയി ഉണ്ടാക്കിയോളൊന്നല്ല ഞാൻ. മനസ്സിലായോ? എന്തൊരു ചൊറിച്ചില്. ആദ്യം അങ്ങനല്ലല്ലോ പറഞ്ഞത്. സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇതാണ് ലൈഫ് ഗെയിം. നമുക്ക് വിശദമായ ഒരു ചർച്ച തന്നെ നടത്തി. 10th മെമ്പറിനെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മ കൈവിലെല്ലാം കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നത്. ഉള്ള ട്രോളന്മാരടുത്തും വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന പിള്ളേരടുത്തൊക്കെ എടാ എന്റെ ക്ലിപ്സ് ഒക്കെ കൊണ്ടുപോയി അവിടെ ഇടടാ, തൊപ്പിയുടെ അടുത്ത് ഇടടാ, എന്നെ അടുത്ത മെമ്പറായി എടുക്കട്ടെ, എന്റെ വീഡിയോസ് ഒക്കെ അവിടെ ഇടടാ, ഞാൻ തൊപ്പിയുടെ അടുത്ത് പോകട്ടെടാ. തൊപ്പിയുടെ എല്ലാം അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇമ്മാതിരി കളി കളിച്ചത്. നിന്റെ വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഈ കളിയൊന്നും എനിക്ക് കളിക്കേണ്ടി വന്നിട്ടില്ല. എന്നെ അവന്റെ ലൈവിലേക്ക് ഗസ്റ്റ് ആയിട്ട്, സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ആയിട്ടാണ് ഞാൻ പോയത്. അല്ലാണ്ട് നീ കാണിക്കുന്നതൊക്കെ കടത്തി എന്നെ ഇരക്കേണ്ട ആവശ്യമൊന്നും എനക്കില്ല. പണി പിന്നെയും പാളി. എന്നാ ഒളിവിൽ പോണേ. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. എന്തെങ്കിലും 2.5 വർഷം മുന്നേ ഉള്ള വീഡിയോ ആണത്. നീ അന്നേരം എന്ത് ചെയ്യുന്നു? നീ മറ്റേ അണ്ണാ ഒരു ക്രെഡിറ്റ് കാർഡ് തരുമോ, ഒരു കാർഡ് എടുക്കോ, ഒരു അക്കൗണ്ട് കൊടുക്കുമോ എന്ന് നീ പറഞ്ഞ് നടക്കുന്ന ആ ടൈമിൽ സ്ട്രീമിംഗ് എന്നൊക്കെ ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങി. നീ ചിന്തിക്കുന്നതിന് മുന്നേ ഉള്ള സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണിത്. അഭിമാനത്തോട് പറയും. ഇന്നത്തെ കാണുന്ന തൊപ്പിയുടെ അല്ല, ആ തൊപ്പിയുടെ ഫസ്റ്റ് ലൈവ് സ്ട്രീമില് ഏറ്റവും ആദ്യമായിട്ട് ഗസ്റ്റ് ആയിട്ട് വന്ന ആള് ഞാനാണ്. ഏറ്റവും ആദ്യമായിട്ട് IRS തൊപ്പിയുടെ കൂടെ ചെയ്ത ആള് ഞാനാണ്. ഞാൻ അഭിമാനത്തോട് പറയാം. ഇതിങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓണങ്കറ മൂലന്ന് കെട്ടിയെടുത്ത് പോയില്ലേ വിവരം കേട്ട വർഗം. ഓക്കെ, അത് ഞാൻ ഏൺ ചെയ്തെടുത്ത സാധനമാണ്. ഗെയിം കളിച്ചിട്ട് നമ്മൾ രണ്ടാളും ഗെയിം കളിച്ചിട്ട് അതിന് സ്കില്ല് വേണം. അതിന് ഈ കോണ മാത്രം പോരാ, അതിന് സ്കില്ല് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ്. ഗെയിംസ് കളിക്കാനും അതിന്ന് നല്ലപോലെ ഗെയിം പ്ലേ എല്ലാം കൊണ്ടുപോയി അതിന്ന് ആൾക്കാരെ ഫാനാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഗെയിമിന് സ്കില്ല് വേണം. അത് നിനക്കില്ലാത്ത സാധനം. ഒരു ഗുണപാഠം ഞാൻ പറയാം. നമുക്കെതിരെ ആൾക്കാർ തിരിയാണെങ്കിൽ പിന്നെ നമ്മളവിടെ നിൽക്കും. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും